അല്പം മുമ്പാണ് സംഭവിച്ചത്. അവിടെ ഏകദേശം ഒരു 8 മണിയോടെ അടുത്താണ്. അവിടെ ഒരു കശ്മാവ് നിൽക്കുന്ന ഒരു ഏരിയ ഉണ്ട്, 13ാം ബ്ലോക്കിന്റെ ഭാഗമാണ്. അപ്പൊ പ്രസാദ് ടാപ്പറാണ്, പക്ഷെ അവിടെ സ്ത്രീ തൊഴിലാളികൾ അവിടെ കാട് വെട്ടാനായിട്ട് പോകുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ ആന ഉണ്ടോയെന്ന് അറിയാനായിട്ട് പോകുന്നതെല്ലാം സ്ത്രീ തൊഴിലാളി ആയതുകൊണ്ട് ഒരു സഹായത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹം അത് നോക്കാനായിട്ടാണ് സ്ഥിരമായിട്ട് ആന വരുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ താഴെ വേറൊരു ആനേനെ കണ്ടു. ആ ആനേനെ ശ്രദ്ധിച്ച് ആൾ നിൽക്കുമ്പോൾ വേറെ ആന പുറകിലൂടെ വന്ന് ആക്രമിക്കായിരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. ആന അദ്ദേഹത്തെ ഓടിച്ചു, അദ്ദേഹം 1-2 പ്രാവശ്യം വീണു. അതിനുശേഷം ആന അദ്ദേഹത്തെ കുത്താൻ ശ്രമിക്കുകയും അതിന്റെ പുള്ളിയുടെ പാന്റിന്റെ ഉള്ളിലൂടെ കൊമ്പ് കോർത്ത് പുള്ളി കൊമ്പിൽ തൂങ്ങിക്കിടക്കായിരുന്നു എന്നാണ് ഇപ്പൊ ചെറിയ അബോധാവസ്ഥയുണ്ട്, എന്നാലും സംസാരിക്കുന്നുണ്ട് ആള് ഭംഗിയുണ്ട്. അപ്പൊ അതിൽ പുള്ളി നമ്മളോട് സംസാരിച്ച അങ്ങനെയാണ്, കൊമ്പിൽ തൂങ്ങിക്കിടന്നിട്ട് പിടിച്ചു നിൽക്കായിരുന്നു. പക്ഷെ അപ്പൊ ആ സമയത്ത് ആന തുമ്പിക്കൈ ഉപയോഗിച്ച് തട്ടി എറിഞ്ഞു കളഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പൊ പുള്ളി വീണിട്ട് പിന്നെ എണീറ്റ് ഓടാൻ ശ്രമിച്ചു, പക്ഷെ ഓടാൻ പറ്റിയില്ല. പിന്നെ ഒരു ആന പക്ഷെ പിന്തുടർന്ന് ഓടിച്ചില്ല എന്നുള്ളതാണ് പുള്ളി പറയുന്നത്. അപ്പോൾ വീണപ്പോൾ പിന്നെ വാരിയലിന്റെ ആ ഭാഗത്തൊക്കെ ഭയങ്കര വേദനയായിരുന്നു, എണീറ്റ് നടക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടായിരുന്നു. പുള്ളിക്കും ഒച്ചയെടുത്ത് ഭയങ്കര ഒച്ചയിലൊക്കെ വിളിച്ച് ആളുകളൊക്കെ കൂടിയാണ് പുള്ളിനെ പിന്നെ ആംബുലൻസിൽ ഇവിടെ എത്തിച്ചത്. ആന പിന്നീട് രണ്ടാമതും തുടർന്ന് ഓടിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ആള് ജീവൻ പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയേനെ. അപ്പൊ അങ്ങനെ അല്ലാത്തതുകൊണ്ടാണ് ഇപ്പൊ രക്ഷപ്പെടാൻ കഴിഞ്ഞത്. ഈ മേഖലയിൽ ആനശല്യം വളരെ രൂക്ഷമാണ്. സ്ഥിരമായിട്ട് ആനശല്യം ഉള്ള പ്രദേശങ്ങളാണ് ഇതെല്ലാം. ഇവിടെയൊക്കെ തൊഴിലാളികൾ വളരെ ബുദ്ധിമുട്ടിയാണ് തൊഴിലെടുക്കുന്നത്. രാവിലെ ഇതുപോലെയുള്ള ആരെങ്കിലുമൊക്കെ പോയി അത് ആനയുണ്ടോ എന്ന് ഉറപ്പുവരുത്തിയിട്ടൊക്കെ അല്ലാതെ അങ്ങോട്ട് പോകാൻ പറ്റില്ല. വളരെ ബുദ്ധിമുട്ടാണ്. വളരെ ദുർഘടം പിടിച്ച സാഹചര്യത്തിലൂടെയാണ്. ആന മാത്രമല്ല, അവിടെ പാമ്പായാലും അതുപോലെ പന്നിയായാലും അങ്ങനെയുള്ള സ്ഥിരമായ അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു പ്രദേശമാണ്. വനം വകുപ്പ് എന്നുള്ള രീതിയിൽ വലിയ ഇടപെടലില്ല. ഇപ്പൊ നിലവിൽ അവിടെ MLA-യുടെ നേതൃത്വത്തിൽ വലിയൊരു ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായിട്ട് ഒരു 14 കോടി രൂപ ഫെൻസിങ്ങിന് വേണ്ടിയിട്ട് അനുവദിച്ചിട്ടുണ്ട്. ടെൻഡർ നടപടികൾ ഇങ്ങനെ വകുപ്പിൽ വരുന്ന ഇഴഞ്ഞു നീങ്ങി ഇപ്പൊ അവസാനം അത് വർക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള തീരുമാനം കഴിഞ്ഞ ദിവസം എടുത്ത് അത് ഞങ്ങളെല്ലാവരും ജനപ്രതിനിധികളൊക്കെ വിളിച്ച് അവിടെ മീറ്റിംഗ് നടത്തി അത് തുടങ്ങാനുള്ള നടപടികളെല്ലാം ആയിട്ടുണ്ട്. പക്ഷെ അത് തുടങ്ങി പൂർത്തീകരിക്കുന്ന സമയം ഇത് അനുവദിച്ച് ഫണ്ട് വന്നിട്ട് കുറെ നാളുകളായി. പക്ഷെ ഇത് പ്രൊസീജിയർ പൂർത്തീകരിച്ച് ഇത് പണി തുടങ്ങാനായിട്ട് ഒരു സാഹചര്യം കുറവായിരുന്നു. ഇപ്പോൾ അടിയന്തര ഇടപെടലൊക്കെ നടത്തി ഇപ്പോൾ അവസാനം നടപടിയായിട്ടുണ്ടായിരുന്നു. തുടങ്ങാനുള്ള DFOയുടെ MLA-യുടെ സാന്നിധ്യത്തിൽ യോഗം നടന്നു. അപ്പൊ അതിൽ തുടങ്ങാനായിട്ട് തീരുമാനമായിട്ടുണ്ട്. പക്ഷെ അത് ഹാങ്ങിങ് ഫെൻസിംഗാണ് ഇടുന്നത്. അപ്പൊ ഫെൻസിംഗ് ഇട്ട് വരുമ്പോൾ ഇതിന്റെ ഒരു പ്രശ്നങ്ങൾ കുറെ പരിധി വരെ പരിഹരിക്കപ്പെടും എന്നുള്ളതാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത്. കാരണം ആനയെ ഉൾവനത്തിലേക്ക് കടത്തി വിട്ടിട്ട് ഫെൻസിങ് ചാർജ് ചെയ്യുള്ളൂ എന്നുള്ള ഉറപ്പാണ് തന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഏതാണ്ട് പ്ലാന്റേഷന്റെ എല്ലാ മേഖലയും കവർ ചെയ്യുന്ന രീതിയിലാണ് ഫെൻസിങ് വരുന്നതെന്നാണ് ഫോറസ്റ്റ് നമ്മൾ അറിയിച്ചിട്ടുള്ളത്. പ്രസാദിന്റെ പരിക്ക് എങ്ങനെയുണ്ട്? എവിടേക്കാണ്? പ്രസാദിന്റെ ഇടതുവശത്ത് 3, 4, 5 നമ്പർ വാരിയലുകൾ ഒടിഞ്ഞിട്ടുണ്ട്. അതില് വാരിയല് മറ്റേ ലെൻസിലേക്ക് പതിച്ചിട്ട് ലെൻസിൽ ഡാമേജ് ഉണ്ട്. ലെൻസ് ചതവ് വന്നിട്ട് ലെൻസ് പതിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അവിടെ എയർ ടൈറ്റ് ഉണ്ട്, എയർ ബ്ലോക്ക് വന്നിട്ട് ഇപ്പോൾ അത് തുളച്ച് പൈപ്പ് ഓസിട്ട് പുറത്തേക്ക് എയർ കളയണം എന്നുള്ളതാണ് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ അത് നിരീക്ഷിക്കണം, ഐസിയുലേക്ക് മാറ്റണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ചതവുണ്ട്, ചെസ്റ്റിനും കാലിനും മസിലിനും ഒക്കെ ചതവുകളും പല തലയിലും മുറിവുണ്ട്. അങ്ങനെ പല സ്ഥലത്തും മുറിവുകളും ചതവുണ്ട്. ആനയെടുത്ത് ഇറങ്ങുകയും ഇതൊക്കെ ചെയ്തതിന്റെ ഭാഗമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. പ്രധാനമായ വിഷയം റിബിനാണ്. റിബ് ഒടിഞ്ഞതാണ് ഇപ്പോൾ അടിയന്തര പ്രശ്നമായിട്ടും നിൽക്കുന്നത്. ലെൻസിനുള്ള ചതവും ഒരു ഗുരുതരമായിട്ടുള്ള വിഷയമാണ്. കശ്മാവില് കാടുവെട്ടായിരുന്നു. അപ്പൊ വനിതകള് ലേഡീസാണ് കൂടുതലും തൊഴിലാളികൾ. അപ്പൊ ലേഡീസ് തനിച്ചേ ഉണ്ടായുള്ളൂ. അപ്പൊ ലേഡീസ് പോണതിന് മുമ്പ് ഏരിയ ക്ലിയർ ചെയ്യാനായിട്ട് ഞങ്ങൾ പോയതാണ്. അപ്പൊ ആന ഉണ്ടായി അവിടെ. ആന ഉടനെ ഞങ്ങൾ സാധാരണ ആന പടക്കമൊക്കെ പൊട്ടിച്ചൊക്കെ വിടാറുണ്ട്. പക്ഷെ ഇത് ഞങ്ങളുടെ പടക്കമൊന്നും ഉണ്ടായില്ല. പെട്ടെന്നുണ്ടായ സംഭവമാണല്ലോ. പടക്കമൊന്നും ഉണ്ടായില്ല. പെട്ടെന്ന് ഞങ്ങൾ ചെന്ന് ഒച്ച ഉണ്ടാക്കി. ആന തിരിഞ്ഞ് ഇയാളെ എടുത്ത് ആന ഞെരുക്കി എറിയാണ് ഇത്. എടുത്തെറിഞ്ഞ് പുള്ളി കശ്മാവിൽ ചെന്ന് തട്ടി താഴേക്ക് വീണു. അങ്ങനെയാണ് സംഭവിച്ചത്. അപ്പൊ എപ്പോഴും ആനയാണ്. അപ്പൊ ആനയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോറസ്റ്റുകാർ രാത്രി വരും. അവരൊരു 6 മണിയാകുമ്പോൾ അവര് പോവും. രാത്രി തൊഴിലാളികളില്ലല്ലോ. തൊഴിലാളി പകലാണല്ലോ. 6 മണിക്ക് തൊഴിലാളി വന്ന് 5:30 ആകുമ്പോൾ തൊഴിലാളി വന്ന് മസ്റ്റ് പറഞ്ഞ് ഏരിയയിലേക്ക് പോയി കഴിഞ്ഞാൽ ആനയാണ്. ആനയെ നീക്കി കളഞ്ഞിട്ടാണ് തൊഴിലാളി പണിയെടുക്കണേ. ആന ഓടിച്ച് കുറെ ഓടിച്ചിട്ടാണ് ആന പിടിച്ചത്. ഏരിയ ക്ലിയർ ചെയ്യാനായിട്ട് ആളുകളെ വിടാറുണ്ട്. പക്ഷെ എങ്കിലും കാര്യമില്ല. ഇപ്പൊ അങ്ങനെ പോയ ഒരാളാണിത്. ഏരിയ ക്ലിയർ ചെയ്യാൻ പോയ ആളാണ്.